നീണ്ട 20 വർഷത്തോളം യാക്കൂബ് നബി ഹരാനിലെ അമ്മാവനായ ലബാനെ സഹായിച്ചുകൊണ്ട് കഴിഞ്ഞു പോന്നു. പ്രവാചകന്റെ കഠിനാധ്വാനം കാരണം ലബാനിന്റെ സമ്പത്ത് വളരെയധികം വർദ്ധിച്ചു. എന്നാൽ യാക്കൂബ് നബിക്ക് തന്റെ കുടുംബത്തെ കാണാൻ വളരെയധികം ആഗ്രഹം തോന്നി. അദ്ദേഹത്തിന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഒരിക്കൽ അദ്ദേഹം അമ്മാവന്റെ അടുത്ത് തനിക്ക് തിരിച്ചു നാട്ടിൽ പോവാൻ സമ്മതം ചോദിച്ചു. നീ എനിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. അതിനു പകരമായി കൂടെ കൊണ്ടുപോകാൻ നിനക്ക് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടോളൂ, ലബാൻ യാക്കൂബ് നബിയോട് പറഞ്ഞു. പുള്ളികളുള്ളതും കറുത്തതുമായ ഈ വർഷം ജനിച്ച ആട്ടിൻകുഞ്ഞുങ്ങളെ എനിക്ക് വേണം, യാക്കൂബ് നബി പറഞ്ഞു. ലബാൻ അദ്ദേഹത്തിന്റെ ആവശ്യം സമ്മതിച്ചു. അതുകൊണ്ട് യാക്കൂബ് നബി സന്തോഷവാനായി. പക്ഷേ ലബാൻ അത്യാഗ്രഹിയായിരുന്നു. ലബാന് തന്റെ ആടുകളെ യാക്കൂബ് നബിക്ക് കൊടുക്കുന്നതിൽ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം തന്റെ മക്കളോട് പറഞ്ഞു, പുള്ളിയുള്ളതും കറുത്തതുമായ എല്ലാ ആട്ടിൻകുട്ടികളെയും തന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് മാറ്റാൻ. യാക്കൂബ് നബി തിരിച്ചു വന്നപ്പോൾ തന്റെ അമ്മാവൻ തന്നെ പറ്റിച്ചതായി അദ്ദേഹം മനസ്സിലാക്കി. പക്ഷേ അദ്ദേഹത്തിന്റെ സൂത്രങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചില്ല. ലബാൻ യാക്കൂബ് നബിയെ പറ്റിച്ചെങ്കിലും പിന്നീട് പിറന്ന എല്ലാ ആട്ടിൻകുട്ടികളും കറുത്തതും പുള്ളിയുള്ളതുമായിരുന്നു. അതൊരു അത്ഭുതമായിരുന്നു. ഇത് കണ്ട് ലബാന് അത്ഭുതവും ദേഷ്യവും വന്നു. കാരണം എല്ലാ കറുത്തതും പുള്ളിയുള്ളതുമായ ആട്ടിൻകുട്ടികളെയും യാക്കൂബ് നബിക്ക് കൊടുക്കാമെന്ന് ലബാൻ വാക്കു നൽകിയിരുന്നു. ഒരിക്കൽ യാക്കൂബ് നബിയോട് തന്റെ രാജ്യത്തേക്ക് മടങ്ങാൻ അള്ളാഹു ആവശ്യപ്പെട്ടു. അദ്ദേഹം തന്റെ ഭാര്യമാരോടും മക്കളോടും തയ്യാറാകാൻ പറഞ്ഞു. ആ കൂട്ടത്തിൽ താൻ ആവശ്യപ്പെട്ട ആട്ടിൻകുട്ടികളും ഉണ്ടായിരുന്നു. എന്നാൽ പുറപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം ലബാനെ കാണാൻ പോയിരുന്നില്ല. കാരണം അമ്മാവൻ അറിഞ്ഞാൽ എന്തെങ്കിലും ചതി ചെയ്ത് അദ്ദേഹത്തെ അവിടെ തന്നെ നിർത്തുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. മാത്രമല്ല, ആട്ടിൻകുട്ടികളിൽ നിന്നും തനിക്ക് ലഭിക്കാനുള്ള ഭാഗം തനിക്ക് ലഭിക്കില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അടുത്ത ദിവസം യാക്കൂബ് നബി തനിക്ക് അവകാശപ്പെട്ടതെല്ലാം എടുത്തുകൊണ്ട് ഹരാൻ വിട്ടു പോയി എന്ന് ലബാൻ മനസ്സിലാക്കി. ലബാന് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. അവർ അധിക ദൂരം എത്തുന്നതിന് മുൻപ് ലബാൻ ഒരു കൂട്ടം ആളുകളെയും കൊണ്ട് യാക്കൂബ് നബിയെ പിന്തുടർന്നു. യാക്കൂബ് നബിയെ പിന്തുടർന്നുകൊണ്ട് അവർ ഒരുപാട് ദിവസങ്ങൾ നടന്നു. ഒടുവിൽ അവർ യാക്കൂബ് നബിയെ കണ്ടെത്തി. നീ എന്താ എന്നോട് ഒരു വാക്കുപോലും മിണ്ടാതെ പോയത്? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കിതൊരു ആഘോഷമാക്കി പിരിയാമായിരുന്നല്ലോ. എന്റെ പെൺമക്കളെ സന്തോഷത്തോടു കൂടി പറഞ്ഞയക്കാനെങ്കിലും സാധിക്കില്ലായിരുന്നോ? ലബാൻ യാക്കൂബ് നബിയോട് ചോദിച്ചു. യാക്കൂബ് നബി ലബാനോട് ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി. മാത്രമല്ല, ഒരാൾ മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടരുത് എന്ന തീരുമാനത്തിലുമെത്തി. അന്ന് രാത്രി അവർ ഖലീദ് എന്ന കുന്നിൽ ഒത്തുകൂടി. അവിടെ വെച്ച് അവർ ഒരു ഉടമ്പടി തയ്യാറാക്കി. ഇനി യാക്കൂബ് നബി അലൈഹിസ്സലാം ഹരാനിലേക്ക് വരില്ല എന്നും ലബാൻ തിരിച്ചും അന്വേഷിച്ച് ചെല്ലില്ല എന്നും അവർ കരാർ വെച്ചു. അവർ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. അങ്ങനെ അവർ ഒരു പാർട്ടി നടത്തുകയും അവിടെ വെച്ച് അവർ ഇരുവരും അവരുടെ സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. നബിയും കുടുംബവും തന്റെ രാജ്യം ലക്ഷ്യമാക്കി നടന്നു. ഒരിക്കൽ ഒരു രാത്രി യാക്കൂബ് നബി തന്റെ കൂടാരത്തിനു മുൻപിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മലക്ക് മനുഷ്യരൂപത്തിൽ യാക്കൂബ് നബിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ മലക്ക് യാക്കൂബ് നബിയുമായി വഴക്കുകൂടി. മലക്ക് പ്രവാചകന്റെ കഴുത്തിൽ പിടിച്ച് തള്ളിയിട്ടു. മലക്ക് യാക്കൂബ് നബിയുടെ തുടയിൽ പരിക്കേൽപ്പിച്ചു. യാക്കൂബ് നബിക്ക് നടക്കാൻ വയ്യാതെയായി. സൂര്യൻ ഉദിക്കാറായപ്പോൾ മലക്ക് നബിയോട് ചോദിച്ചു, നിന്റെ പേരെന്ത്? യാക്കൂബ്. അദ്ദേഹം മറുപടി പറഞ്ഞു, ഇന്നു മുതൽ നീ ഇസ്രായേൽ എന്നറിയപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് മലക്ക് വായുവിൽ അപ്രത്യക്ഷനായി. യാക്കൂബ് നബിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ആ വന്നത് ഒരു മലക്കായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം തന്റെ കുടുംബവുമായി വീണ്ടും ഒരുപാട് ദിവസം സഞ്ചരിച്ചു. സൈർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർ ഏശാവിനോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് ഒരു ദൂതനെ യാക്കൂബ് നബി അയച്ചു. അടുത്ത ദിവസം ആ ദൂതൻ ദുഃഖവാർത്തയും കൊണ്ടാണ് തിരിച്ചു വന്നത്. ഏശാവ് 400 ആളുകളെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നു എന്ന് യാക്കൂബ് നബിയെ അറിയിച്ചു. യാക്കൂബ് നബി ഭയപ്പെട്ടു. തന്റെ സഹോദരന് ഇപ്പോഴും തന്നോടുള്ള ദേഷ്യം തീർന്നിട്ടില്ല. അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. യാക്കൂബ് നബി തന്റെ സഹോദരന് വേണ്ടി ഒരു സമ്മാനം ഉണ്ടാക്കാൻ തുടങ്ങി. അദ്ദേഹം തന്റെ പരിചാരകരോട് 200 ഒട്ടകങ്ങളെയും 30 ആടുകളെയും കൊണ്ട് യാത്ര തുടരാൻ ആവശ്യപ്പെട്ടു. എന്റെ സഹോദരനെ കാണുമ്പോൾ അവൻ നിങ്ങളോട് ചോദിക്കും,
നിങ്ങൾ ആരാണെന്ന്. അപ്പോൾ നിങ്ങൾ പറയണം, അദ്ദേഹത്തിന്റെ അടിമയാകുന്ന യാക്കൂബിന്റെ പരിചാരകനാണ്. ഈ മൃഗങ്ങൾ അടിമ യജമാനന് നൽകുന്ന സമ്മാനമാണെന്നും. അവർ പോയതിനു ശേഷം 2 ദിവസങ്ങൾക്ക് ശേഷം യാക്കൂബ് നബിയും യാത്ര പുറപ്പെട്ടു. യേശാവ് യാക്കൂബ് നബിയുടെ പരിചാരകരെ കണ്ടു. യേശാവിന് അവരോട് നല്ല മതിപ്പ് തോന്നി. ആ മൃഗങ്ങളെല്ലാം തന്റെ സഹോദരൻ തനിക്ക് നൽകിയ സമ്മാനമാണെന്നറിഞ്ഞു. അതിനു പുറകെ യാക്കൂബ് നബി വരുന്നത് യേശാവ് കണ്ടു. യാക്കൂബ് നബി തന്റെ സഹോദരനെ കണ്ടപ്പോൾ ആദരസൂചകമായി ശിരസ് നമിച്ചു. യേശാവ് ഇത് കണ്ട് യാക്കൂബ് നബിയുടെ അടുത്തേക്ക് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. യേശാവിന്റെ കണ്ണ് നിറയുകയും ചെയ്തു. ഇത്രയും വർഷം അദ്ദേഹത്തോട് ദേഷ്യം കൊണ്ട് നടന്നതിൽ യേശാവ് സഹോദരനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. നിന്റെ കൂടെ വന്ന ഇവർ ആരൊക്കെയാണ്? യേശാവ് യാക്കൂബ് നബിയോട് ചോദിച്ചു. അള്ളാഹു എനിക്ക് നൽകിയതാണ് ഇവരെ. അദ്ദേഹം മറുപടി പറഞ്ഞു. ലേഹ, റാഹേൽ, അവരുടെ മക്കൾ, അദ്ദേഹത്തിന്റെ മുഴുവൻ പരിചാരകർ, ഇവരെല്ലാം യേശാവിന്റെ മുമ്പിൽ ആദരസൂചകമായി ശിരസ് നമിച്ചു. ആദ്യം സമ്മാനങ്ങളൊന്നും വാങ്ങാൻ യേശാവ് തയ്യാറായില്ല. എന്നാൽ യാക്കൂബ് നബി അദ്ദേഹത്തെ നിർബന്ധിച്ചു. ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചു. അവരെല്ലാം യേശാവിന്റെ കൂടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. തിരികെ പോകുന്ന വഴി അവർ ജെറുസലേമിൽ തമ്പടിച്ചു. ഇവിടെയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ പാറയിൽ എണ്ണ ഒഴിച്ച സ്ഥലം. വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം അള്ളാഹുവിനെ കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് അവിടെ ഒരു പള്ളി പണിതു. യാക്കൂബ് നബിക്ക് ആകെ 12 മക്കളാണ് ഉണ്ടായിരുന്നത്. യൂസുഫ് നബി അതിൽ ഒരാളായിരുന്നു. അദ്ദേഹം സുമുഖനും ദൈവവിശ്വാസിയുമായ ഒരു യുവാവായി വളർന്നു. അവർ പിന്നീട് ഈജിപ്തിലേക്ക് കുടിയേറി പാർത്തു. അവിടെ 17 വർഷം ജീവിച്ചു.